ഒരു പെൻഷൻ കഥ മാത്രമോ എന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. ശ്രീ ഇ കൃഷ്ണദാസ്, ഇവിടെ ഉയർന്നൊരു ചോദ്യം, ഈ ശ്രീ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ കറപ്ഷൻ്റെ ഒരു വലിയ ആംഗിൾ കിടക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് SFIO അന്വേഷണം പോകുന്നില്ല. അതാണ് ഈ അന്വേഷണത്തിൻ്റെ പരിമിതിയായി അദ്ദേഹം പറയുന്നത്. അതാരെ സംരക്ഷിക്കാനാണ്? അതുപോലെ തന്നെ ഇവിടെ ശ്രീ ഹസ്കറും ആവർത്തിച്ചു, ശ്രീ AK ബാലൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് 12-ാം തീയതി കോടതി പരിഗണിക്കാണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഒന്നാമത് ഈ IT ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ട് അട്ടത്ത് വെച്ചു കുറേ നാൾ. അത് കഴിഞ്ഞ് പതുക്കെ ROCയുടെ പരിശോധനകൾ വന്നു. അത് കഴിഞ്ഞപ്പോൾ 3-അംഗ ROC അന്വേഷണ സംഘം വന്നു. അത് മതിയെന്ന് കോടതിയിൽ പറഞ്ഞു. അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് SFIO വരുന്നു. അപ്പോൾ ഇങ്ങനെ പല തട്ടിലായുള്ള അന്വേഷണം, എന്നാൽ ആത്യന്തികമായി ഒരു തട്ടിലേക്കും, ഒരു ഉയർന്ന തട്ടിലേക്കും എത്തില്ല എന്നുറപ്പുള്ളൊരു അന്വേഷണം, അത് നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? അത് നൽകുന്ന സന്ദേശം എന്താണ് ഈ കാര്യത്തിൽ? വേണു, ആദ്യം മുതൽക്ക് തന്നെ അതായത് ഈ ഒരു അന്വേഷണത്തിൽ എന്തെങ്കിലും വിധത്തിൽ അത് നമുക്കൊരു അനുമാനത്തിലെത്തേണ്ട കാര്യമില്ല. ഇത് ഈ ഒരു അന്വേഷണത്തിൽ നമുക്ക് എന്തെങ്കിലും സംശയിക്കേണ്ട ഒരു വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിന് ശേഷമാണ് സ്വമേധയ ROC ഇത് അന്വേഷിച്ചാണ്. സ്വമേധയ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോർപ്പറേറ്റ് ക്രൈമുകൾ അന്വേഷിക്കുന്ന SFIO അവിടെയാണ് ശ്രീ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. 1.72 കോടി ഒരു വീണ. അതിനേക്കാൾ അപ്പുറത്ത് ഈ വീണയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തന്നെ നിജസ്ഥിതി പുറത്തു വന്നേനെ. ED ആണ് അന്വേഷിച്ചിരുന്നത് എങ്കിൽ അതാണ് ശ്രീ ജോസഫ് സി മാത്യു പറയുന്നത്. അവിടെ എന്തുകൊണ്ട് ഈ 3-അംഗ ROCയിലേക്ക് ഇത് പരിമിതപ്പെട്ടു? ഇപ്പോഴും ആ അന്വേഷണത്തിലേക്ക് പോകില്ല എന്ന് ഉറപ്പ് ഉള്ള രൂപത്തിൽ SFIOയിലേക്ക് അന്വേഷണം പരിമിതപ്പെടുന്നു. അല്ലല്ല, ഇത് നമ്മൾ ഈ കേസിൻ്റെ ഒരു ഫാക്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കമാണ്. സ്വാഭാവികമായിട്ടും ഇത് ഇന്നത്തെ നിയമത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇത് കമ്പനി ലോ പറയുന്ന പ്രകാരം SFIO ആണ് അന്വേഷിക്കേണ്ടത്. SFIO അന്വേഷിക്കുന്നു. ഇനി നാളെ മേലാൽ ROC കർണാടകയുടെ ശുപാർശ എന്താണ് സാർ? SFIO അന്വേഷിക്കണമെന്നാണോ ശുപാർശ? എന്തായിരുന്നു? ED CBI അന്വേഷിക്കണമെന്നാണ്. അതിലേക്ക് പോകാഞ്ഞത് എന്തുകൊണ്ട്? ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ഈ സീരിയസ് ഫ്രോഡ് ഓർഗനൈസേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവർ അന്വേഷണത്തിൽ ഇത് കൂടുതൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, കൂടുതൽ ഇതിൽ അന്വേഷണം വേണമെന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടത്തിലേക്കുള്ള അന്വേഷണം പോകും. എന്തിനാണ് അങ്ങനെ? എന്തിനാണ് ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള ഈ അന്വേഷണം? ഇതിന്റെ ആനുകൂല്യം കിട്ടുന്ന ആർക്കാണ്? ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ കാര്യത്തിൽ ശക്തമായൊരു നിലപാടാണ് എടുക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണമെങ്കിൽ എന്തായിരിക്കും ഒന്നാമത് സംഭവിക്കേണ്ടത്? ആർക്കെതിരെയാണോ അന്വേഷണം അവർക്കതിൽ ആശങ്കയുണ്ടാകണം. അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. ROCയുടെ അന്വേഷണം വന്നപ്പോൾ നിങ്ങൾ ആർക്കെതിരെയാണോ നീങ്ങുന്നത് ആ കക്ഷികളെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് ഈ അന്വേഷണം മതിയേ എന്നാണ്. ഇത് എന്ത് തരം അന്വേഷണം? അല്ല, എന്നിട്ട് ആ അന്വേഷണത്തിൽ ഒതുങ്ങിയോ? അവര് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഈ അന്വേഷണം മതിയേ എന്നുള്ളത്. പക്ഷെ ആ അന്വേഷണത്തിൽ ഒതുങ്ങിയോ? ഭരിക്കുന്നത് ഡൽഹിയിൽ അങ്ങനെ ഒതുങ്ങിയോ എന്ന് ചോദിച്ച് വീരസ്യം പറയാൻ, അല്ലെ അങ്ങനെ വീരസ്യം പറയാൻ എന്ത് ധാർമ്മിക ശക്തിയാണ് ഈ കാര്യത്തിലുള്ളത്? അല്ലെന്നേ, ROCയെ ഞങ്ങൾ ആദ്യം വെക്കുന്നു, അപ്പൊ അവര് പറയുന്നു അത് മതിയെന്ന്. അപ്പൊ പിന്നെ SFIO ഞങ്ങൾ വെക്കുന്നു, അപ്പൊ അവര് അത് മതി എന്ന് പറഞ്ഞാൽ അതിന് മേളിലേക്ക് അന്വേഷണമില്ല. SFIO വന്നപ്പോ അയ്യോ ഞങ്ങൾ പേടിച്ചു. അല്ല, ഒരു സെക്കൻഡ് അല്ലെന്നേ, ഒരു സെക്കൻഡ് സാർ, അല്ല ഒരു സെക്കൻഡ്. ഈ അന്വേഷണത്തിനെ സംശയിക്കുന്നത് ചോദ്യം വളരെ ലളിതമാണ്. അല്ല, അങ്ങ് എന്നോട് പറഞ്ഞു അതിലൊതുങ്ങിയോ? അതിലല്ല, ഒരു സെക്കൻഡ്, അതിലൊതുങ്ങാതിരുന്നതിന്റെ കാരണം എന്താകാം അനുമാനിക്കേണ്ടത്? അല്ല, ഒരു സെക്കൻഡ്, ഇവര് പറഞ്ഞു ഇത് മതിയെന്ന്, അപ്പൊ താങ്കൾ പറഞ്ഞു അതിൽ ഒതുങ്ങിയോ? അല്ല, അപ്പം ഇനിയിപ്പോൾ SFIO വരുമ്പോൾ പറയുകയാണ് അയ്യോ ഞങ്ങൾ ആകെ ഭയപ്പാടിലാണ് ഈ അന്വേഷണത്തിൽ, അപ്പോൾ അവിടെ തന്നെ നിൽക്കുമോ? അവിടെയാണ് ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞത് ഇതൊന്നുമല്ല വേണ്ട അന്വേഷണം, യഥാർത്ഥ അന്വേഷണം, യഥാർത്ഥ ആളുകളിലേക്ക് എത്തേണ്ട അന്വേഷണം, അത് നടത്തുന്നില്ല നിങ്ങൾ. അല്ല, അത് തെറ്റാണ്. താങ്കൾ പറയുന്നത് പരിപൂർണമായി തെറ്റാണ്. കാരണം ഞാൻ ഒറ്റ സംശയം താങ്കളോട് ചോദിക്കുന്നുള്ളൂ. ഒരു എക്സൈസ് ക്രൈം, വാറ്റ് ക്രൈം പോലീസിന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ? കോർപ്പറേറ്റ് നിയമത്തിൽ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ജൂറിസ്ഡിക്ഷൻ ഇന്ത്യ രാജ്യത്തെ നിയമപ്രകാരം SFIOക്കാണ്. കർണാടക വിഭാഗത്തിന്റെ ശുപാർശ എന്താണ് സാർ? എല്ലാം വിടാമായിരുന്നു.
ROC പറഞ്ഞ ശുപാർശ ഇവർ ഈ കമ്പനി നിയമപ്രകാരമുള്ള അന്വേഷിച്ചു കഴിഞ്ഞ് ആവശ്യമെങ്കിൽ അന്വേഷിക്കുന്നു. ശ്രീ ജോസഫ് സി മാത്യു അങ്ങേക്ക് ദഹിച്ചോ ഈ വാദം? വേണു, അതിൽ ഈ ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ തന്നെ സത്യത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുത്ത പൈസ ഒന്നും പാർട്ടിക്ക് കൊടുത്ത പൈസ അല്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മളത് വായിച്ചാൽ. കാരണം CMRLൻ്റെ രേഖകളിൽ തന്നെ ഇത് അവരുടെ ടാലി സോഫ്റ്റ്വെയറിൽ ഇത് വ്യാജ അക്കൗണ്ടുകളുടെ ഗണത്തിൽപ്പെടുത്തിയിരുന്നു എന്ന് മാത്രമല്ല, ഇത് ഒഫീഷ്യലി രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത സംഭാവനയായിരുന്നെങ്കിൽ CMRLൻ്റെ ഔദ്യോഗിക കണക്കുകളിൽ അത് പെടുമായിരുന്നു. അത് പെട്ടിട്ടില്ല. അപ്പോൾ ഈ കോൺഗ്രസ് പറയുന്നതും തെറ്റാണ്. ഈ നേതാക്കന്മാരാരും പാർട്ടിക്ക് കൊടുത്ത പൈസയല്ല, ഇവരെല്ലാവരും വാങ്ങിയിരിക്കുന്ന പൈസയുടെ സ്വഭാവം വ്യക്തമാക്കുന്നതാണ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ്. രണ്ടാമത്, ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആദ്യത്തെ ഇൻകം ടാക്സിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ നമുക്ക് തന്നിട്ടില്ല. അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിനൊരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും BJPയുടെ നേതാക്കന്മാരും അതിൽ പെട്ടിട്ടുണ്ടാവും. സംഖ്യ കുറവായിരിക്കും, കാരണം അധികാരത്തിലില്ലാത്തത് കൊണ്ട് അതിനനുസരിച്ച് CMRL കൊടുത്തിരിക്കാൻ ഇടയുള്ളൂ. അപ്പോൾ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ശീലമുണ്ടെന്നും അങ്ങനെ ഞങ്ങൾക്കിവിടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നും പറയുന്ന ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി തീർച്ചയായിട്ടും അത് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് ഈ അന്വേഷണം ഇങ്ങനെ ഈ രീതിയിൽ നീങ്ങുന്നത്. നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അഡ്വക്കേറ്റ് ഹസ്കറും പറഞ്ഞ കാര്യം. ROC അന്വേഷിക്കുന്നു. ROCക്ക് പല്ലും നഖവും ഉള്ള ഒരു ഏജൻസി അല്ല, അവർക്ക് പരിമിതിയുണ്ട്. അതിനെ ലാഘവത്തോടു കൂടി കണ്ടു എന്ന് മാത്രമല്ല, നിങ്ങൾ ആ ROC ബാംഗ്ലൂരിന് കൊടുത്ത മറുപടി നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. കമ്പനി ഇടപാടുകളെക്കുറിച്ച് കൊടുത്തു. കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ വീണ കൈപ്പറ്റിയ തുകയെക്കുറിച്ച് ചോദിച്ചിടത്ത് മറുപടി പറഞ്ഞില്ല. അതിൻ്റെ കാരണം ROCക്ക് ആ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള പ്രൊവിഷനില്ല. എക്സാലോജിക്കിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ CMRLനെ കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് വേണമെങ്കിൽ CMRL കൊടുത്തു എന്നുള്ള രീതിയിൽ അന്വേഷിക്കുക. ഇത് റിസീവ് ചെയ്ത വ്യക്തി എന്നുള്ള രീതിയിൽ വീണയ്ക്ക് അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതിനെ ഒരു ആംസ് ലെങ്തിൽ നിർത്തിക്കൊണ്ട് ഈ അന്വേഷണത്തെ കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ROC പറയുന്നത് ഇത് ED അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് കേന്ദ്ര സർക്കാർ കോടതിയോട് പറഞ്ഞത്? 210 പ്രകാരം അന്വേഷിക്കാം. എന്താ അന്വേഷിക്കാൻ? ഒന്നും അന്വേഷിക്കാനില്ല. കമ്പനി ലോയുടെ പരിധിയിലെങ്കിലും അന്വേഷിക്കണമെങ്കിൽ 212 അന്വേഷിക്കണം. അപ്പോൾ ജസ്റ്റിസ് ഇവിടുത്തെ ദേവൻ രാമചന്ദ്രനാണെന്ന് തോന്നുന്നു, അദ്ദേഹം ചെയ്ത ഒരു ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പൊസിഷൻ അറിയിക്കണം, ഒപ്പീനിയൻ അറിയിക്കണമെന്ന് കോടതിയിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ അഡ്വക്കേറ്റ് ഹസ്കർ പറഞ്ഞതുപോലെയല്ല. എടുത്തിരിക്കുന്ന കമ്പനീസ് ആക്ട് അങ്ങ് പറഞ്ഞ പോലെ 212(1)(a) and C ആണ്. അത് ശക്തമല്ലേ? അതെ, 212 SFIOയുടെ അന്വേഷണം. കമ്പനി ലോ പ്രകാരം എന്തെങ്കിലും ഈ കാര്യത്തിൽ ചെയ്യണമെങ്കിൽ അതിനാകപ്പാടെ പറ്റുക SFIOയ്ക്കാണ്. 210 പ്രകാരമുള്ള നേരത്തെ നിശ്ചയിച്ച അന്വേഷണത്തിന് വെറും ഒരു ഫാക്ട് ഫൈൻഡിങ് മെഷീൻ പോലെ കുറേ കഥ എഴുതി കൊടുക്കാമെന്നേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഇത് 173 പ്രകാരം ചാർജ് ഷീറ്റ് പോലെ പരിഗണിക്കപ്പെടാവുന്ന ഒരു റിപ്പോർട്ട് വരും. വേണ്ടി വന്ന് അറസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒഴിഞ്ഞു മാറൽ പ്രയാസമാണ് നേരായി അന്വേഷിച്ചാൽ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, മദ്രാസ് ഹൈക്കോടതി CSI കേസിൻ്റെ ചർച്ചിൻ്റെ കേസ് വന്നപ്പോൾ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ് ഇൻ ഇറ്റ്സ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാണ് ഇത് അതിൻ്റെ വേർഡിങ്. അപ്പോൾ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ്റിനോട് ഒപ്പീനിയൻ ചോദിച്ചാൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരാ, ഇത് സീരിയസ് ഫ്രോഡുലൻറ്റ് കേസാണോ അല്ലയോ എന്നുള്ള അഭിപ്രായം പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് നമ്മുടെ ഹൈക്കോടതിയോട് യെസ് ഓർ നോ, ഇത് സീരിയസ് ആണോ അല്ലയോ എന്ന് പറയേണ്ട ഒരു പൊസിഷനിൽ, ഒരു സ്പോട്ടിൽ അവരെത്തി. അപ്പോഴാണ് അവർ SFIO അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. അല്ലാതെ കോടതിയെ ചെന്ന് സബ്ജുഡീസ് ആണെന്നൊക്കെയുള്ള വാദം എങ്ങനെയാണ് അഡ്വക്കേറ്റ് ഹസ്കറൊക്കെ ഉന്നയിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കോടതിയല്ല ഉത്തരവിടുക, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഉത്തരവിടുക. അല്ല, ഇതിലാണ് കൂടുതൽ ശക്തമായ പരിശോധനകൾ നടക്കുക. അത് നടക്കട്ടെ എന്ന് പറയുന്നു. അതെ, ഇതിൻ്റെ പ്രശ്നം വേണു എന്താണെന്ന് ഞാൻ പറയാം. ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിക്കും അന്വേഷിക്കാൻ കഴിയില്ല. 8 മാസം എന്ന് പറഞ്ഞിരിക്കുന്നത് 8 മാസം ആവണമെന്ന് നിർബന്ധമില്ല. സെൻട്രൽ ഗവൺമെൻറ് അല്ല അത് നിശ്ചയിക്കുക, SFIO ആണ് നിശ്ചയിക്കുക. അതും കോടതി രാഹുൽ മോഡിയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ അത് ആദ്യം അന്വേഷണത്തിന് തന്നെ മുതിരുന്നില്ല. പിന്നീട് കോടതിയിൽ വരുമ്പോൾ ROC പറഞ്ഞതിന് ശേഷവും 210 പ്രകാരമുള്ള അന്വേഷണം ഓപ്റ്റ് ചെയ്യുന്നു. കോടതി വീണ്ടും ചോദിക്കുമ്പോൾ SFIOയ്ക്ക് പോകുന്നു. അപ്പോൾ സാധാരണ പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരോട് അതിവ്യഗ്രതയോടുകൂടി അന്വേഷണം നടത്തുന്ന കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എന്തുകൊണ്ടൊക്കെയോ എന്നാലും ശ്രീ ജോസഫ് സി മാത്യു, എന്നാലും ഇന്നലെ കൈ ഉയർത്തി
ഈ പറയുന്ന ശുദ്ധനാണെന്ന് പറയലും ഭാര്യയുടെ പെൻഷൻ ഫണ്ട് പറയലും അല്ലേ? അപ്പോൾ എക്സാലോജിക്കിൻ്റെ ബീജാവാപം എങ്ങനെ ഉണ്ടായി, അതിൻ്റെ ധനം എവിടെ നിന്ന്, അല്ലേ? അതിൻ്റെ ഒരു കഥ പിണറായി മെനഞ്ഞു കഴിഞ്ഞു. ഇന്നലെ തന്നെയാണ് ഈ തീരുമാനവും വരുന്നത്. ഒന്ന് കണ്ടുകൊണ്ടുള്ള ഒരു വിശദീകരണമായിരുന്നില്ല. മുഖ്യമന്ത്രിയാണ്, ഇത് വരുമെന്നറിയാം, അതിൻ്റെ ഭാഗമായി തന്നെ പറഞ്ഞതാകില്ലേ? വേണു, അത് എനിക്ക് തോന്നുന്നു സാധാരണ പാർട്ടി പ്രവർത്തകരോട് ഈ പാലോറ മാതാവ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വേർഷൻ കൊടുക്കുകയാണ്, ഒരു നറേറ്റീവ് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയല്ല എന്ന് കണക്കുകൾ നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് പരിശോധിക്കാതെ അങ്ങനെ അവിടെയാണ് ഒരു സെക്കൻഡ് ശ്രീ ജോസഫ് സി മാത്യു, ഇത് ആദ്യമായി വന്നൊരു ആരോപണമാണ്, ഇദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ സംശയിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് എന്ന് വന്നാൽ അങ്ങ് ഈ പറയുന്ന വാദഗതി ഒരുപക്ഷെ എല്ലാവരും അംഗീകരിച്ചേക്കും. അവിടെയാണ് പിണറായി ഇന്നലെ പറഞ്ഞ മറ്റൊരു കാര്യം, ഞാൻ സമയമെടുക്കുന്നില്ല. 100ഓളം സിംഗപ്പൂർ യാത്ര, കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടേഴ്സ്, ടെക്നിക്കാലിയ എൻ്റെ ബിനാമി കമ്പനി എന്ന് പറഞ്ഞ പേരിൽ വന്നത്, ആഡംബര വീട്, ഇതൊക്കെ അദ്ദേഹം പറയുകയാണ്. ഈ പറയുന്ന രാജവെമ്പാലയുടെ തോലുകൊണ്ടുള്ള ഷൂസ്, ഇതെല്ലാം വന്നതല്ലേ? പക്ഷേ ഇത് ഈ പറയുന്ന ഓരോന്നോരോന്നായി ലാവലിനടക്കം ഇത്തരം ആക്ഷേപങ്ങളെ വ്യക്തിപരമായി അതിജീവിച്ചൊരു നേതാവ് കൂടിയാണ് പിണറായി. അങ്ങനെ പശ്ചാത്തലം കൂടിയുണ്ട് അല്ലേ? വേണു, അതായത് എല്ലാ നേതാക്കന്മാരെക്കുറിച്ചും ഇതുപോലെ ഒരുപാട് ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബോഫോസ്, റാഫേൽ മുതൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് പറയാം. എല്ലാ ആരോപണങ്ങളും തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഫേസ്ബുക്കിലൂടെ ഉന്നയിക്കുന്ന ഒരു ആരോപണത്തെയും ഇൻകം ടാക്സിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ വരുന്ന ഒരു ആരോപണത്തെ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു സെക്കൻഡ് സാർ, അങ്ങനെയല്ലല്ലോ. ഈ ആഡംബര വീട് അത് തൃശ്ശൂരിലൊരു പ്രവാസി വ്യവസായയുടേതാണെന്ന് തെളിഞ്ഞു. ടെക്നിക്കാലിയ എം വി രാഘവൻ കൊണ്ടുവന്നതാണ് എന്ന് തെളിഞ്ഞു. ഒരു സെക്കൻഡ്, കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടേഴ്സ് CBI പോയി അന്വേഷിച്ചു, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നാണ് വന്നത്. അതാരാ പറഞ്ഞത്? വേണു പറഞ്ഞായിരുന്നോ കമല ഇന്റർനാഷണലിനെ കുറിച്ച്? ആരാണ് പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല സാറേ ചോദ്യം. കേരളത്തിലെ ഏത് മാധ്യമമാണ് പറഞ്ഞത്? അല്ല, കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് അല്ലല്ല, അവിടെയാണ് ഇത്തരം കാര്യങ്ങളുടെ മുഴുവൻ സാമ്പത്തിക ഇടപാട് നടക്കുന്നത് എന്ന് ആ ഘട്ടത്തിൽ വന്നൊരു ആരോപണമല്ലേ? എന്നോട് ആരാണ് എനിക്കിപ്പോ അറിയില്ല. അങ്ങേക്കറിയാമെങ്കിൽ പറയൂ. അല്ല, ഏത് മാധ്യമ സ്ഥാപനമാണ് പറഞ്ഞത്? എനിക്കറിയാത്തത്. നിങ്ങൾ ഫേസ്ബുക്കിൽ വരുന്ന ഒരു ആക്ഷേപത്തെ അല്ല, വേണു അത് പരിശോധിച്ചാൽ മതി. എനിക്കറിയാവുന്നിടത്തോളം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനവും അത് പറഞ്ഞില്ല. അങ്ങനെ പറയാത്ത കാര്യങ്ങൾ അതിങ്ങനെ ടാബുലേറ്റ് ചെയ്തതുപോലെ എല്ലാ ദിവസവും പറയാം. അങ്ങനെ കോടതിയിൽ തെളിയിക്കപ്പെടാത്ത ഈ പറയുന്ന ആഡംബര വീട് അതൊക്കെയോ? ടെക്നിക്കാലിയ എന്നൊരു സ്ഥാപനം ഇല്ലായിരുന്നോ? ഉണ്ട്. പക്ഷെ അത് ഇദ്ദേഹത്തിന്റെ ബിനാമി സ്ഥാപനം പോലെയാണ് അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. പക്ഷെ രാഘവനാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നു. വേണു ടെക്നിക്കാലിയയുടെ കാര്യം, നിങ്ങൾ ആഡംബര വീടിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നിടത്തോളം ഒരു പ്രവാസി മലയാളിയോ മറ്റോ ഇട്ട ഒരു പോസ്റ്റ്, അത് അതിന് മേൽ നടപടിയെടുക്കുകയോ ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയി പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്നിടത്തോളം ഇവിടുത്തെ നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്തതായിട്ടോ അവരൊരു ആരോപണമായിട്ട് അത് കൊണ്ടുവന്നതായിട്ടോ എൻ്റെ ശ്രദ്ധയിലില്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പറയാം. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെക്കുറിച്ചും ഇതുപോലത്തെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പലതും തെളിയിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് അറിയാൻ ശിക്ഷിക്കപ്പെട്ട ആൾ ശ്രീ ബാലകൃഷ്ണപിള്ള മാത്രമാണ്. അപ്പോൾ ഇത് ഈ ഒരു നേതാവിൻ്റെ കാര്യത്തിൽ മാത്രം ഇതിങ്ങനെ ഒരു ലിസ്റ്റ് പോലെ ഏത് ചർച്ചയ്ക്ക് വന്നാലും 1, 2, 3 എന്ന് പറയുകയാണ്. അത് ഞാൻ കുഴപ്പമില്ല, അവരത് പറഞ്ഞോട്ടെ, അത് അവരുടെ ക്യാമ്പയിൻ മെറ്റീരിയലാണ്, അത് പറഞ്ഞോട്ടെ. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലുകളെക്കുറിച്ച് മറുപടി പറയാതിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ശരിയല്ല. ഇത് മറ്റ് ആക്ഷേപങ്ങൾ പോലെയല്ല. എനിക്കറിയാവുന്ന ഞാൻ ആ ആക്ഷേപങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ ആക്ഷേപം പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഉത്തരവാദിത്തപ്പെട്ട രാജ്യത്തെ ഒരു ഏജൻസി നമ്മുടെ മുന്നിൽ കണക്കുകൾ നിരത്തിയിരിക്കുന്നു. ഈ കണക്കുകൾ നിരത്തുന്ന ഘട്ടത്തിൽ നമ്മൾ ഇത് എന്താണെന്ന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ ബാധ്യതയാണ്. ശരിയാണ്. ഏറ്റവും ഒടുവിൽ ഗവർണർക്ക് മറുപടി പറയാനായി യഥാർത്ഥത്തിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഈ നവകേരള സദസ്സിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ ഗവർണർക്ക് മറുപടി കൊടുക്കാനാണല്ലോ വാർത്താ സമ്മേളനം വിളിച്ചത്. ആ ദിവസം ഈ ചോദ്യം വരികയുണ്ടായി. അപ്പോഴും പറഞ്ഞത് അതേപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല എന്നാണ്. അതേ വ്യക്തി തന്നെയാണ് ഈ പറയുന്ന SFIയോട് അന്വേഷണം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാകണം അതിന് തൊട്ടുമുമ്പ് നിയമസഭയിൽ നിന്നിങ്ങനെ കൈ ഉയർത്തിയുള്ള ഒരു വിശുദ്ധി പ്രഖ്യാപനം നടത്തിയത്. ഞാൻ ഒരു ഇടവേളയ്ക്ക് കൊടുക്കുന്നു, ഇടവേളയ്ക്ക് ശേഷം തിരികെ.